ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നല്ല ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ തന്നെ ആർക്കും തയ്യാറാക്കുന്ന രീതിയിൽ നമുക്കൊരു പ്ലം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതുവരെയും കേക്കൊന്നും ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പ്ലം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഈ ഒരു കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആദ്യം തന്നെ ഒന്ന് കാരമലൈസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ് എടുക്കുക. എന്നിട്ട് എല്ലാതും അതിൽ തന്നെ കറക്റ്റായിട്ട് തന്നെ അളന്നെടുത്താൽ മതിയാവും. ഇനി പഞ്ചസാര ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തേക്കണം. ഏകദേശം ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയി ജസ്റ്റ് ഇതുപോലെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ മാത്രം ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ മെൽറ്റായി കിട്ടും. അപ്പോൾ നമ്മൾ പഞ്ചസാരയെല്ലാം കാരമലൈസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കരിഞ്ഞു പോകരുത്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് മെൽറ്റായതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളയ്ക്കാനേ പാടുള്ളൂ. ഒരുപാട് ഇട്ട് ഡാർക്ക് കളറാക്കി ഒരുപാട് ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ കേക്കിനൊക്കെ ഒരു കയ്പ്പ് രസം ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗ്ലാസ്സിലാണെങ്കിൽ 1/4 ഗ്ലാസ് അളന്നെടുക്കുക. അതുപോലെ തന്നെ ഇത് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് പെട്ടെന്ന് നമ്മുടെ മേത്തേക്ക് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം അത് ഒരുപാട് ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ നമുക്കിത് ഓഫാക്കി കൊടുക്കാം. കാരണം ഇത് ഇരുന്നിട്ട് ഒന്നുകൂടി നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ ഈ ഒരു ലൂസിൽ തന്നെ നമ്മളിത് ഓഫ് ചെയ്തേക്കണം. ഒരുപാട് കട്ടിയായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ സമയത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 1/4 കപ്പ് അളവിൽ ടൂട്ടി ഫ്രൂട്ടിയും ഒരു 6 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് അളവിൽ ചെറിപ്പഴം, അതുപോലെ തന്നെ ബ്ലാക്ക് മുന്തിരി 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതാണ് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കിസ്മിസും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കാഷ്യൂനട്ടും ബദാമും ഉണ്ട്, അത് നമ്മളിപ്പോൾ ചേർക്കുന്നില്ല. എല്ലാം കൂടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് അളവിലാണ് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തേക്കുന്നത്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഇതിൽ കിസ്മിസും ഉണക്കമുന്തിരി ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഓറഞ്ച് ജ്യൂസാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള 1 കപ്പ് അളവിൽ ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കാം. 250 ml മെഷറിംഗ് കപ്പിലാണ് 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതാണ്. അത് 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ വൈറ്റ് കളറുള്ള ഭാഗം പെടാതെ വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഭയങ്കര കയ്പ്പായിരിക്കും. അത് ശ്രദ്ധിക്കുക. ഈ ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഏകദേശം ഈ ഒരു രീതിയിലൊന്ന് വറ്റി കിട്ടിയാൽ മാത്രം മതിയാവും. ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. കാരണം തണുത്ത് വരുമ്പോൾ നന്നായിട്ട് തന്നെ അത് സെറ്റായിട്ട് കിട്ടും. ഒരുപാട് ഡ്രൈ ആക്കി കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് കട്ടായി പോകും. അതിൻ്റെ പേർക്ക് തന്നെ ഈ രീതിയിലാകുമ്പോൾ തന്നെ ഫ്ലെയിമെല്ലാം ഓഫാക്കി കൊടുത്ത് നമുക്കിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ട സ്പൈസസ് ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 25 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഏലക്കായും 2 പീസ് കറുവാപ്പട്ടയും ജാതിക്കുരുവിൻ്റെ ഒരു പകുതിയും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഇടിക്കല്ലിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്താലും മതിയാവും. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തേക്കണം. ഇപ്പോൾ ഇതാ പഞ്ചസാരയെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 250 ml മെഷറിംഗ് കപ്പിൽ 1/2 കപ്പ് അളവാണ് മൈദ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ തന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതിയായിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇതിനൊന്ന് അരിച്ചെടുത്തേക്കണം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് അരിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ബൗളിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതിനൊന്ന് മിക്സാക്കി എടുത്തേക്കണം. അപ്പോൾ നമുക്കിനി കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിത് തലേദിവസം ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ, സോക്ക് ചെയ്തിട്ട്. അതിന് ശേഷം നമ്മളിപ്പോൾ അരിച്ച് വെച്ചിരിക്കുന്ന പൊടിയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ അളവിൽ പൊടി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കാരണം നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അടിയിൽ ഇങ്ങനെ പോയി കിടക്കും. അപ്പോൾ അത് ഇല്ലാതിരിക്കാനാണ് ഇതുപോലെ നമ്മൾ പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് നമുക്കൊരു 3 കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തേക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ നന്നായിട്ട് അടിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ, 1/4 കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തേക്കണം.
അപ്പോൾ നമ്മുടെ പഞ്ചസാരയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം അടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തേക്കണം. നമ്മുടെ പഞ്ചസാരയിൽ നന്നായിട്ട് തന്നെ മെൽറ്റായി കിട്ടണം. ആ രീതിയിൽ വേണം അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതുപോലെ നന്നായിട്ട് അടിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തേക്കണം. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലായി കിട്ടിയാൽ മതിയാവും. അപ്പോൾ നമ്മുടെ കേക്കിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്റർ തയ്യാറാക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് നിങ്ങൾ ഏതിലാണോ ബേക്ക് ചെയ്യുന്നത് ആ പാത്രം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ കേക്ക് ടിന്ന് നന്നായിട്ട് തന്നെ ഓയിൽ ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഓയിൽ ചെയ്തിട്ട് മാറ്റി വയ്ക്കാനായിട്ട് മറക്കരുത്. എന്നിട്ട് വേണം നമുക്ക് ബാറ്റർ ഒന്ന് മിക്സ് ആക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഓയിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ബാറ്റർ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും പഞ്ചസാരയൊക്കെ ഓയിലൊക്കെ കൂടി ചേർത്ത് അടിച്ച് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ കാരമൽ ചെയ്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയാണ്. അത് ഞാനിതിലേക്ക് ചേർക്കുന്നത് കാണിക്കാനായിട്ട് വീഡിയോയിൽ വിട്ടുപോയി, അതുകൊണ്ടാണ്. അപ്പോൾ ഈ സമയം അതിലേക്ക് ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്ന് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന സ്പൈസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. പൊടി നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് അങ്ങ് കുത്തി ഇളക്കി ആകെ മിക്സ് ആക്കേണ്ട ആവശ്യമില്ല. പതുക്കെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പൊടിയിൽ നമ്മൾ കുറച്ചൊന്ന് ബാലൻസ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ടും ബദാമും കൂടി ഒരു 1/4 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ലൂസായി പോവാതെ ഈ ഒരു രീതിയിൽ നല്ല തിക്കായിട്ട് വേണം നമ്മുടെ ഈ ഒരു പ്ലം കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാവും. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 1 കിലോ വെയിറ്റ് വരുന്ന കേക്കാണ് നമ്മളിപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ബാറ്റർ എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലെ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട് 2-3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് നമ്മുടെ കേക്ക് ടിൻ അങ്ങ് ഇറക്കി വെക്കുക. അതിനുശേഷം അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്യുക. 20 മിനിറ്റിന് ശേഷം ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കേക്കെല്ലാം ജസ്റ്റ് ഒന്ന് പൊന്തി വന്നിട്ടുണ്ടാവും. ഈ സമയത്താണ് നമ്മൾ കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള കാഷ്യൂനട്ടും കറുത്ത മുന്തിരി അതുപോലെ തന്നെ ചെറിപ്പഴമൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടൊന്ന് ഭംഗിയാക്കാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ കേക്ക് പൊന്തി വരുന്ന സമയത്ത് നമ്മൾ ഈ ഇട്ട് കൊടുത്തതൊക്കെ ചിലപ്പോൾ താഴ്ന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 20 മിനിറ്റൊക്കെ ആവുന്ന സമയത്ത് നമ്മളിങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി അടച്ച് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. 20 മിനിറ്റ് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 30 മിനിറ്റ് അങ്ങനെ തന്നെ ബേക്ക് ചെയ്യുക. ഏകദേശം ഒരു 50 മിനിറ്റോളൊക്കെ വേണ്ടി വരും കേട്ടോ. ഇപ്പോൾ ഏകദേശം 50 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കെല്ലാം ഇപ്പോൾ നന്നായിട്ട് തന്നെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു 40 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെച്ചൊന്ന് കുത്തി നോക്കുക. അപ്പോൾ നടുഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ കേക്ക് കറക്റ്റായിട്ട് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇപ്പോൾ 2 ദിവസമായിട്ടുണ്ട് കേട്ടോ നമ്മൾ ബേക്ക് ചെയ്തിട്ട്. ഞാനിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതൊന്ന് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ കേക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ. ഞാനിപ്പോൾ 2 ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ട അടിഭാഗമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോവാതെ നന്നായിട്ട് തന്നെ നമുക്ക് കേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. 1-2 ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ കേക്ക് കറക്റ്റ് നന്നായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടും. അതുകൊണ്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ കേക്കിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം അടിയിൽ പോവാതെ കറക്റ്റായിട്ട് എല്ലായിടത്തും സ്പ്രെഡായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് എല്ലാവരും വീട്ടിലൊരു പ്ലം കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും പുതിയ റെസിപ്പികൾ കാണാനായിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരാം. താങ്ക്